ഈ ചെണ്ടക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണോ ശരിക്കും? നല്ല വെയിറ്റ് ഇട്ട് അവര് വെയിറ്റ് ഒരു ആണ് അത് അവർക്ക്. മണിക്കൂറുകളോളം കാരണം ചെയ്യുമ്പോ? അതെല്ലാം നമ്മളാണെന്നല്ല എല്ലാ മേളക്കാർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ആ സാധനം ഇട്ട് ചുവന്ന് കൊട്ടണം എന്നൊരു ഓർത്ത് നോക്കിയേ. ചേച്ചി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചേച്ചി അവിടെ വെച്ചു പോകും. അതെ. അപ്പൊ കുറെ പേരിങ്ങനെ അത് വെള്ളം കിട്ടാതെ എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്. വെള്ളവും കിട്ടില്ല. എന്താ പെൺപിള്ളേരാകുമ്പോൾ പല അവസ്ഥകളുണ്ടാവുമല്ലോ. ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല, അങ്ങനെ കുറെ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. ചില സമയത്തൊക്കെ ഒന്നും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വെയിറ്റ്, ഫുഡ് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക്. പരിപാടിക്ക് പോയപ്പോ? ആ, അത് പരിപാടിക്ക് നമ്മൾ വന്നേരം പരിപാടി എങ്ങനെ ഇതാക്കണല്ലോ. ഇതിന് വെയിറ്റും താങ്ങി നമുക്കൊരു 5 മിനിറ്റ് ചെണ്ട മാറാനോ ഒന്നും വെക്കാൻ പറ്റില്ല. ചെണ്ട വെക്കുമ്പോഴേക്കും എനിക്ക് രൂപ കൊട്ടാന്ന് പറഞ്ഞു പോകുന്നത്. അത് എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ്. അതെ. ഈ വെയിലത്ത് നിന്ന് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ അമ്പലങ്ങളിലായാലും ഇങ്ങനെ ഉത്സവങ്ങളിലായാലും മണിക്കൂറുകളോളമാണ് അവര് ഒരു പൈസ വാങ്ങിച്ചിട്ടാണല്ലോ ഒരു സമിതിയെ വിളിക്കുന്നത്. അപ്പൊ മണിക്കൂറുകളോളമാണ് ഇങ്ങനെ ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ കൊട്ടുവോ? അയ്യോ, അത് വെയിലുണ്ട്. അരമണിക്കൂറോളം എന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ അരമണിക്കൂറോളം ഇങ്ങനെ കൊട്ടുക പറയുമ്പോൾ ഈ വെയിറ്റുള്ള സാധനം ഇങ്ങനെ ഇങ്ങനെ തോളിലിട്ടിട്ടാണ് ചിലർക്ക് ചെയ്യുന്നത്. തൊലിയൊക്കെ പോകും. പിള്ളേരൊക്കെ വരുവാണെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ തൊലിയൊക്കെ വേന കാരണം ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ ഇവിടെ ഷോൾഡർ പെയിൻ ഒക്കെ വരുമോ കുറച്ചു കാലം ചിലർക്കൊക്കെ കഴിയുമ്പോ? വരും. എങ്ങനെയാണത്? അത്യാവശ്യമൊക്കെ എല്ലാവർക്കും വേന ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ട്. മെയിൽ വേദന അടുപ്പിച്ച് പോരാൻ വരുമ്പോൾ നമ്മൾ ഇത് ഇട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ. അതെ. അപ്പോൾ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പെണ്ണുങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഞങ്ങൾ അറിയുന്നില്ല. കാരണം ചെണ്ട എടുക്കുന്നില്ല. പക്ഷെ താളത്തിലുണ്ട് ഞങ്ങൾക്ക് ചെണ്ട എടുക്കാത്തതുകൊണ്ട് അത് വെയിറ്റ് ഞങ്ങൾക്ക് അധികം അറിയില്ല. കുറച്ച് വെയിറ്റ് അറിയുള്ളൂ. പക്ഷേ എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനം തന്നെയാണ്.